ഇനിയും ഈ വഴിയെ ഭാഗം 6. വാടി ഇവിടെ. അച്ചമ്മ ആമ്പലിനെയും പിടിച്ചു വലിച്ച് മുറിക്കകത്തേക്ക് കയറി കതകടച്ചു. എന്താടി മണിക്കുട്ടി ഞാനീ കേൾക്കണതൊക്കെ? നീ ആ രാജൻ്റെ മോനെ സ്നേഹിക്കുന്നു എന്നല്ലേ എന്നോട് പറഞ്ഞത്? പിന്നിപ്പോൾ ഈ മഹിക്കുട്ടൻ എങ്ങനെ ഇടയിൽ കയറി? നഖം കടിച്ചു നിന്ന ആമ്പലിനെ പിടിച്ച് കട്ടിലിൽ തൻ്റെ അരികിലേക്ക് ഇരുത്തിയിട്ട് അച്ചമ്മ ചോദിച്ചു. ഹോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പറ്റുന്നത്. ആയ കാലത്ത് എത്ര എണ്ണത്തിനാ ചാടാൻ കൂട്ടുനിന്നിട്ടുള്ളത്. പക്ഷേ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ്. മിഴുങ്കസിയാന്നിരിക്കാതെ കാര്യം പറയടി. അവരുടെ തോളിലും തല്ലിയിട്ട് ഞെട്ടാൻ തയ്യാറായി അച്ചമ്മ ഇരുന്നു. അതോടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൾ വിശദമായി അച്ചമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. ആ സമയത്ത് വേറെ നിവൃത്തിയില്ലായിരുന്നു അച്ചമ്മേ. അവിടെ വെച്ച് സൂരജിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ വിനയേട്ടൻ എന്നെ അവിടെ ഇട്ട് തല്ലിയേനെ. അതുകൊണ്ടാണ് ഞാൻ അലമ്പൻ്റെ പേര് പറഞ്ഞത്. അവൾ പറഞ്ഞു നിർത്തി. ഇപ്പോഴാടിയ മണിക്കുട്ടി നീ എൻ്റെ കൊച്ചുമോള് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായത്. എന്തായാലും ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയത് നന്നായി. പക്ഷേ ഇനി എന്താ നിൻ്റെ പ്ലാൻ? സത്യം പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ചമ്മേ. അവൾ വിഷണ്ണയായി അച്ചമ്മയെ നോക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പുറത്തെല്ലാവരും കൂടി നിങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യം ആലോചിക്കുകയാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദേ ഇപ്പോൾ പറഞ്ഞോളാം. എനിക്കിനി ഒരു കല്യാണവും വേണ്ട. എല്ലാ അവന്മാരും കണക്കാ. ഒരൊറ്റ എണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല പട്ടികൾ. അവൾ പല്ലിറുവി. ഇടീ, എല്ലാ ആണുങ്ങളും അങ്ങനെ മോശക്കാരൊന്നുമല്ല. കൊള്ളാവുന്നൊരു ചെക്കനെ കിട്ടിയാൽ നിൻ്റെ അഭിപ്രായം മാറിക്കൊള്ളും. ഒരു കാര്യം ചെയ്യാം, വിനയനെ ആലോചിച്ചാലോ? അവനും നിൻ്റെ മുറച്ചെറുക്കൻ തന്നെയല്ലേ? വിനയേട്ടനോ? അച്ചമ്മ എന്തോന്നായി പറയുന്നേ? വിനയേട്ടൻ എനിക്കെൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാ. എന്നാൽ പിന്നെ ഇവനെ തന്നെ അങ്ങ് കെട്ടിയാലോ? അവളെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അച്ചമ്മ ചോദിച്ചു. ആരെ? ഈ കോന്തനെയോ? അതിലും നല്ലത് വണ്ടിക്ക് തലവെക്കുന്നതല്ലേ അച്ചമ്മേ. നീ അവനെ അങ്ങനെ അടച്ചാക്ഷേപിക്കണ്ട. മഹി നല്ലൊരു കൊച്ചനാ മോളെ. എനിക്കത്രയും നല്ല ചെക്കനെ വേണ്ട അച്ചമ്മേ. അതുകൊണ്ടാണ് അച്ചമ്മ പറ്റുമെങ്കിൽ വേറെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചതാ. വേറെന്ത് വഴി? എടീ, നീയും അത്ര മോശമൊന്നും അല്ലല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടായിട്ടാണോ നീ സ്ഥിരം അവനോട് തല്ലുപിടിക്കുന്നത്? വെറും അസൂയയും കുശുമ്പും മാത്രമല്ലേ? പിന്നെ ഒന്ന് പോയേ. എനിക്ക് ആ വൃത്തികെട്ടവനോട് എന്തുസോ എന്നാ അച്ചമ്മ പറയണത്? ഉവ്വ. അവളെ അടിമുടി ഒന്ന് നോക്കിയിട്ട് അച്ചമ്മ തലകുലുക്കി. എന്തായാലും നീ ചെന്ന് മഹിക്കുട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഞാനൊന്ന് സംസാരിക്കട്ടെ അവനോട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ട് പോയിക്കോ. അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു അച്ചമ്മ എന്തേലും ഒരു വഴി കണ്ടുപിടിക്കുമെന്ന്. താങ്ക് യു അച്ചമ്മേ. അച്ചമ്മയുടെ കവിളിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചിട്ട് അവൾ പുറത്തേക്കിറങ്ങി. പുറത്ത് സ്വീകരണ മുറിയിൽ മൂട്ടിന് തീ പിടിച്ചതുപോലെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു മഹി. ഒടുവിൽ കുഞ്ഞുനാൾ മുതൽ തൻ്റെ കൂട്ടുകാരനും എല്ലാ തല്ലുകൊള്ളിത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്നവനുമായ സൈമനെ തന്നെ വിളിച്ച് എന്തു വേണമെന്ന് ആലോചിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയ സമയത്താണ് ആമ്പൽ പുറത്തേക്ക് വന്നത്. പുറത്തു നിൽക്കുകയായിരുന്ന എല്ലാവരും ആകാംക്ഷയോടെ അവളെ നോക്കി. അവൾ ആരെയും ശ്രദ്ധിക്കാതെ നേരെ നടന്ന് മഹിയുടെ മുന്നിൽ ചെന്നു നിന്നു. നിന്നെ അച്ചമ്മ വിളിക്കുന്നുണ്ട്. സ്വന്തം മനസ്സിന് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിൽ അവൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. അതോടെ അവളൽപ്പം ശബ്ദമുയർത്തി. ഡാ, നിന്നെ അച്ചമ്മ വിളിക്കുന്നെന്ന്. ഞെട്ടി കണ്ണുകൾ മിഴിച്ച അവൻ ആളെ മനസ്സിലാവാത്തതുപോലെ അവളെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റ് കഞ്ചാവടിച്ചതുപോലെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ മുറിക്കകത്തേക്ക് കയറി കട്ടിലിൽ ഇരിക്കുകയായിരുന്ന അമ്മമ്മയെ നോക്കി. അമ്മമ്മ പറഞ്ഞു, നീ ആ വാതിലങ്ങടച്ചേക്ക്. അവൻ വാതിലടച്ചിട്ട് അമ്മമ്മയുടെ അടുത്ത് വന്നിരുന്നു. അമ്മമ്മേ, ആ പിശാച് ചുമ്മാ പറയുകയാകട്ടോ. എനിക്കവളോട് ഒരടുപ്പവുമില്ല. അറിയാടാ കുട്ടാ, നിനക്ക് അവളോട് അങ്ങനെയൊന്നുമില്ലെന്ന് ഈ അമ്മമ്മയ്ക്കറിയാം. അവൾക്ക് പക്ഷേ അങ്ങനെയല്ല. മുഖത്തൽപ്പം ശോകഭാവം വിതറിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞത് കേട്ട് അവൻ വാ പൊളിച്ച് അമ്മമ്മയെ നോക്കി. നീ ഇന്ന് സിനിമയ്ക്ക് പോകുന്ന വിവരം അവളോട് പറഞ്ഞിരുന്നോ? ഇല്ല. നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ, എന്താ അവൾക്ക് അതറിയാമായിരുന്നു. അവൾ കാത്തു നിന്നിരുന്നത് വേറെ ആരെയുമല്ല, നിന്നെ തന്നെയായിരുന്നു. അവൻ വീണ്ടും ചെട്ടി. അതേടാ, അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അവളിപ്പോൾ എന്നോട് പറഞ്ഞതാ ഈ കാര്യം. അമ്മമ്മേ. അവൻ നെഞ്ചിൽ കൈവച്ച് അമ്മമ്മയെ നോക്കി. എന്താടാ മോനു? എനിക്കാണോ അമ്മമ്മയ്ക്കാണോ അതോ അവൾക്കാണോ സത്യത്തിൽ ഭ്രാന്തായത്? ഒന്ന് പോയണ ചെക്ക. അവൻ്റെ ഒരു തമാശ. തമാശയല്ല അമ്മമ്മേ, കാര്യമായിട്ട് ചോദിച്ചതാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
നീ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അവൾ ആ സൂരജിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഉം, അതൊക്കെ അവൾ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതാ. അവൾക്ക് നിന്നോടാ ശരിക്കും ഇഷ്ടം. പക്ഷേ ഇത്ര നാളും തല്ലുകൂടി നടന്നിട്ട് അതൊക്കെ ഇനി എങ്ങനെ പറയും എന്നോർത്താണ് അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. കല്യാണം അടുക്കാറായപ്പോഴാണത്രേ നിന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്ന കാര്യം അവൾക്ക് തന്നെ മനസ്സിലായത്. നീയില്ലാതെ അവൾക്ക് പറ്റില്ലെന്നാ ഇപ്പോൾ അവൾ പറയുന്നത്. ഹും, ഒന്ന് ചുമ്മാ അതിരി അമ്മമ്മേ. ആ പരിപ്പ് എൻ്റെ അടുത്ത് വേഗില്ല. അവളെ ഇപ്പോൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പുതിയ ഐഡിയയുമായി ഇറങ്ങിയേക്കുകയാണല്ലേ? അവൾ പറഞ്ഞല്ലോ അമ്മമ്മയാണ് അവൾക്ക് ഒളിച്ചാടാനുള്ള എല്ലാ പ്ലാനുകളും പറഞ്ഞു കൊടുത്തതെന്ന്. എന്നിട്ട് നീ അത് വിശ്വസിച്ചോളാം മണ്ട. നീ വിചാരിക്കുന്നുണ്ടോ വല്ലവരുടെയും കൂടെ ഇറങ്ങിപ്പോകാൻ ഞാൻ അവൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുമെന്ന്? ഉം? ഇതാണ് പറയുന്നത് നിനക്ക് ബുദ്ധിയില്ലെന്ന്. ഓക്കെ, അമ്മ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാം. പക്ഷേ അവൾ എന്ത് ധൈര്യത്തിലാണ് എന്നെ വിളിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്? ഇത്രയും നാളും കീരിയും പാമ്പും പോലെ നിന്നിട്ട് ഒരു രാത്രി പെട്ടെന്ന് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാനതങ്ങ് വെള്ളം തൊടാതെ വിശ്വസിച്ച് വിഴുങ്ങുമെന്ന് അവൾ വിചാരിച്ചോ? എടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് അവിടെ വെച്ച് വരാമെന്ന് പറഞ്ഞാൽ വന്നില്ലെന്നും പറഞ്ഞ് അവൾ ട്രെയിനിൽ മുന്നിൽ ചാടിച്ചാകാൻ പോയാൽ നീ എന്ത് ചെയ്യും? ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവൾ അങ്ങനെ ചെയ്യാൻ പോയാൽ ഞാൻ സമ്മതിക്കുമോ? ഇല്ല അല്ലേ? അത് അവൾക്കും അറിയാം. അപ്പോൾ അവൾ പറയും അവൾ പറയുന്ന സ്ഥലത്ത് അവളെ എത്തിക്കാൻ കുറച്ചുകൂടി കാശ് തന്നാൽ നീ അതല്ല അതിലപ്പുറവും ചെയ്യും, ശരിയല്ലേ? അവനൊന്ന് തല ചൊറിഞ്ഞിട്ട് പറഞ്ഞു, അത് ശരിയാണ്. ആ, അതായിരുന്നു അവളുടെ പ്ലാൻ. എന്നിട്ട് അവൾ തന്നെ വീട്ടിൽ വിളിച്ച് അറിയിച്ചേനെ നിങ്ങൾ രണ്ടും കൂടിയാണ് ഒളിച്ചോടിയതെന്ന്. മനസ്സിലായോടാ കിഴങ്ങ? ഇതൊക്കെ അവളിപ്പോൾ അമ്മമ്മയോട് പറഞ്ഞതാണോ? പിന്നല്ലാതെ. ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ? പക്ഷേ ആ സമയത്ത് വിചാരിക്കാതെ വിനയൻ അവിടെ എത്തിയത് നന്നായി. അതുകൊണ്ട് കാര്യങ്ങളിപ്പോൾ കുഴപ്പമില്ലാതെ ഒരു കരയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനി നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രം മതി. പിന്നെ എൻ്റെ പട്ടി സമ്മതിക്കും. എടാ ചെക്ക, അവൾക്ക് എന്താണ് ഒരു കുഴപ്പം? സുന്ദരി അല്ലേടാ അവള്. നീ അവളെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ച് കഴിയുന്നത് കാണാൻ തന്നെയാണ് ഈ അമ്മമ്മയ്ക്ക് ഇഷ്ടം. ഉവ്വ, സുന്ദരിയൊക്കെ തന്നെയാണ്. പക്ഷേ വാ തുറന്നാലുണ്ടല്ലോ വെറും കൂതറയാണ് അവൾ. അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേടാ. അവളൊരു പാവം പെണ്ണാ. പിന്നെ നിന്നോട് അവൾക്കല്പം ദേഷ്യമുണ്ടായിരുന്നു എന്നത് നേരാ. അത് പിന്നെ ഇവിടെയും നിൻ്റെ വീട്ടിലും ആകപ്പാടെ ആൺകുട്ടിയായിട്ട് നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു വാത്സല്യവും സ്നേഹവും എല്ലാവരും ചെറുപ്പം മുതലേ നിന്നോട് കാണിച്ചത് കൊണ്ടുള്ള ഒരു കുശുമ്പ്, അത്രേ ഉള്ളൂ. പോരെ, അമ്മ വേറെ വല്ല പണിയുണ്ടോ നോക്കിയേ. അവൻ പോകാനായി എഴുന്നേറ്റു. എടാ, നീ ഏതൊരു ബൈക്ക് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ? അത് കേട്ടതും അവൻ തിരിഞ്ഞു നിന്നു. ഉവ്, ഹാർലി ഡേവിഡ്സൻ്റെ നൈറ്റ് സ്റ്റാർ. അതിന് എത്ര രൂപയാണെന്നാ പറഞ്ഞേ? 18 ലക്ഷം രൂപയോളം വരും. എന്തേ? ദേ ഇങ്ങോട്ട് നോക്ക്. നീ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ബൈക്ക് ഞാൻ നിനക്ക് വാങ്ങിത്തരും. അത് മാത്രമല്ല, എൻ്റെ പേരിലുള്ള സ്ഥലങ്ങളിൽ പകുതി ഞാൻ നിൻ്റെ പേർക്ക് എഴുതിത്തരും. അവിടെയുള്ള കടമുറികളുടെ വാടക മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ. അതുകൊണ്ട് മോൻ പോയി ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ശരിക്കൊന്ന് ആലോചിക്ക്. എന്നിട്ട് നാളെ കാലത്ത് ഒരു തീരുമാനം പറയൂ. അമ്മമ്മേ! അവൻ വാ പൊളിച്ച് കസേരയിലേക്ക് ഇരുന്നു പോയി. ഹോ, ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് തന്നെ അങ്ങ് കുത്തിക്കൊല്ലുകയായിരുന്നു. ഈശ്വര, ഞാനിനി എന്തു ചെയ്യും? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അവൻ മുകളിലേക്ക് നോക്കി പിച്ചും പേയും പറയാൻ തുടങ്ങി. ഒന്നും ചെയ്യാനില്ല മക്കളെ, അവളെ കെട്ടിയാൽ മാത്രം മതി. ഈ തല്ലുപിടുത്തമൊക്കെ ആദ്യ രാത്രി കഴിയുമ്പോൾ താനെ അങ്ങ് മാറിക്കൊള്ളും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോടാ പൊട്ടാ? കുസൃതി ചിരിയോടെ അമ്മമ്മ അവനെ നോക്കി കണ്ണിറുക്കി. മനസ്സിലായി മനസ്സിലായി. അവൻ തലകുലുക്കി. എന്തായാലും ഞാനൊന്നുകൂടി ആലോചിക്കട്ടെ. അവൻ പുറത്തേക്ക് ഇറങ്ങും മുന്നേ ഒന്ന് തിരിഞ്ഞു നിന്നു. അമ്മമ്മേ, അമ്മ മുത്താണ്, മുത്ത്, ലവ് യു. അതും പറഞ്ഞ് പുറത്തേക്ക് കിടന്ന് വാതിൽ ചാരി. ഉവ്വടാ, അമ്മ മുത്തും പവിഴവുമൊക്കെയാണ്. നിൻ്റെ അമ്മയെയും അമ്മാവനെയും ഒക്കെ നിലത്ത് നിർത്തിയിട്ടുള്ള എന്നോടാണോ മക്കളെ കളി? അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അമ്മമ്മ കട്ടിലിലേക്ക് ചാരിക്കിടന്നു. തുടരും.